പുതിയൊരു തട്ടിപ്പാണോ ഇത്? മാനസികാരോഗ്യ പ്രചരണ യാത്രയെപ്പറ്റി യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ നല്ലതാണ്. കാരണം കേരളത്തിൽ ഈ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഒത്തിരി ആളുകൾ, നമുക്കറിയാം എല്ലാ ദിവസങ്ങളും എന്ന പോലെ പുതിയ 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 തട്ടിപ്പുകളാണ്. ഈ യാത്രയിൽ തട്ടിക്കാൻ ഒരു വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പോൺസർഷിപ്പുകളൊന്നും സ്വീകരിക്കുന്നില്ല. 2, ഡൊണേഷൻസും സ്വീകരിക്കുന്നില്ല. അതായത് ടീഷർട്ടിൻ്റെ മുകളിലോ സ്ഥലങ്ങളിലോ ഒരു കമ്പനിയുടെ പരസ്യം ഉണ്ടാവില്ല. യാത്രയുടെ വിജയത്തിനായി ഗൂഗിൾ പേ ചെയ്യുക അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യങ്ങളും ഇനി എവിടെയെങ്കിലും കണ്ടാൽ അത് ഈ യാത്രയുമായി ഒരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സംഭാവനയും സ്വീകരിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഈ ലക്ഷ്യത്തിലേക്ക് സംഭാവന ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പത്രക്കുറിപ്പിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സന്നദ്ധ സംഘടനകളെയോ സർക്കാർ ഏജൻസികളെയോ ഏൽപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അല്ലാതെ പണവുമായി ബന്ധപ്പെട്ട് ഈ യാത്രയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാന വിഷയം വഴി മാറിപ്പോകുമോ എന്ന ആശങ്ക കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ യാത്ര എന്ന് മനസ്സിലാവാത്ത ആളുകളുണ്ട്. ഇതിന് മുൻപത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ യാത്ര ഇത്രേ ഉള്ളൂ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളും 14 ജില്ലകളും ടച്ച് ചെയ്തുകൊണ്ട് ഏകദേശം 1000 കിലോമീറ്റർ വരും. കാസർഗോഡ് തിരുവനന്തപുരം ഒരു 600 കിലോമീറ്ററാണ്. പക്ഷേ ജില്ലകളിലൂടെ സിഗ്സാഗ് മോഡലിൽ പോകുന്നത് കൊണ്ട് അതിൻ്റെ യാത്രാ സ്ഥലങ്ങൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. 39 സ്പോട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. ഓക്കെ, ഈ 39 സ്പോട്ടിലൂടെ കടന്ന് മാർച്ച് 26 ആരംഭിക്കും. മെയ് 7 കാസർഗോഡ് അവസാനിക്കും. ഇതാണ് യാത്ര. അപ്പോൾ സ്വാഭാവികമായൊരു സംശയം ഉണ്ടാവും, എന്താണ് ഉദ്ദേശം? മാനസികാരോഗ്യ പ്രചരണം എന്ന് പറഞ്ഞെങ്കിലും എന്താണ് സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശം? 2 കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കോവിഡിനൊക്കെ ശേഷം ആളുകൾ കുറച്ചുകൂടെ ശാരീരികമായ ഫിറ്റ്നസ്, ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു തോന്നലും അതിനുള്ളൊരു ശ്രമവും ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല കാര്യം. നിങ്ങൾക്ക് ആ ശ്രമം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറ്റൊരു പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസിനെ പറ്റി ശ്രദ്ധ വന്നെങ്കിലും മെൻ്റൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് എന്നൊരു തോന്നൽ ഇപ്പോഴും കുറവാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഒത്തിരി അസുഖങ്ങളിലേക്ക് നമ്മൾ വീണു പോകാനുള്ള സാധ്യതകളുണ്ട്. സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ചേഞ്ചുകളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് വരും. അപ്പോൾ ഇത് വരാതെ മാനസികാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അതിന് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി വളരെ സിമ്പിളായിട്ട് പൊതുജനങ്ങളിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാൽ എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാവും. ശാരീരികമായ ഫിറ്റ്നസ്സൊക്കെ ശ്രദ്ധിച്ചാൽ ചില ആക്സിഡൻറ്റ് പറ്റാം, ചില അസുഖങ്ങൾ വരാം. ഇതുപോലെ തന്നെ ശരീരത്തിന് വരുന്ന അസുഖങ്ങൾ പോലെ തന്നെ പലതരം അസുഖങ്ങൾ മനസ്സിനും വരാം. ഈ സംസാരിക്കുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ പ്രശ്നങ്ങൾ വന്നേക്കാം. കഴിഞ്ഞ പല വീഡിയോകളിലും സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു മാരകമായ ഒരു അസുഖം വന്നു, ഒരു കിഡ്നി ഫെയിലിയറോ ഒരു ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ക്യാൻസറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്തില്ല? നാണക്കേടില്ല. ശരിയല്ലേ? നാണക്കേടില്ല. പക്ഷേ മാനസികമായൊരു പ്രശ്നമാണ് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു സ്ട്രെസ് അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥ എന്താ? പുറത്ത് പറയാൻ മടി ഉണ്ടാവില്ലേ? നിങ്ങൾ ആ ഗണത്തിൽപ്പെട്ടതാണോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റണം. കാരണം ഇങ്ങനെ പ്രശ്നത്തിൽ വരാതെ നോക്കണം. ഇനി വന്നു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കൺസൾട്ട് ചെയ്ത് അത് ചികിത്സ എടുക്കേണ്ടതിന് ഒരു മടിയും വിചാരിക്കരുത്. മറച്ചു വെച്ച് അത് പണ്ട് കേട്ടിട്ടില്ലേ, സൂചി കൊണ്ടെടുക്കുന്നതിന് തൂമ്പ കൊണ്ടെടുക്കുന്നൊരവസ്ഥ. അതായത് കുഞ്ഞു കാര്യത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കേസ് വെച്ച് 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 കാലപ്പഴക്കം ഇതിനെ കൂടുതൽ വഷളാക്കി തീർക്കും. അങ്ങനെ വഷളാക്കി, അതായത് സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ കൗൺസിലിങ്ങിൽ കൃത്യമായ കൗൺസിലിങ്, എവിടെയെങ്കിലും ചാടിക്കയറി പോരുത്. ഒത്തിരി തട്ടിപ്പുകൾ അവിടെയുണ്ട്. ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത്, ക്വാളിറ്റി ഉള്ളവരുടെ അടുത്ത് പോയി ഒരു കൗൺസിലിംഗ് എടുത്താൽ അല്ലെങ്കിൽ 2-3 തെറപ്പികൾ എടുത്താൽ തീരുന്ന കേസ് ഒത്തിരി വൈകൃതങ്ങളിലേക്കും ജീവിത ദുരിതങ്ങളിലേക്കും തള്ളിവിടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പോവാതെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ലക്ഷ്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബദ്ധം പറ്റിയാൽ അല്ലെങ്കിൽ അപകടം പറ്റിയാൽ, മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മടി കൂടാതെ ഒരു യോഗ്യരായ ഒരു ചികിത്സകൻ്റെ അടുത്തേക്ക് പോവുക, കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോവുക. കൗൺസിലേഴ്സ് നിങ്ങളെ സൈക്കാട്രിസ്റ്റ്, ഡയറക്റ്റ് നമ്മളോടി സൈക്കാട്രിസ്റ്റിലേക്കല്ല പോവുക. ആദ്യം കൗൺസിലറിൻ്റെ അടുത്ത് പോവുക. ആ കൗൺസിലറിൻ്റെ അടുത്ത് നിന്ന് അവിടെ പറ്റാതെ വരുമ്പോൾ, കൗൺസിലിംഗ് കൊണ്ട് എല്ലാം ഒന്നും മാറില്ല. അപ്പോൾ നമ്മുടെ സിവിയർ കേസാണെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് അവർ റെഫർ ചെയ്തോളും. അങ്ങനെ ചില ആളുകൾക്ക് മെഡിസിനോ കഴിക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെ മെഡിസിൻ കഴിച്ച് ചില അസുഖങ്ങൾ പൂർണ്ണമായും മാറും, ചിലത് മാറില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളുടെയും കാരണം ഈ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാത്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ ചർച്ച ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ അടുത്തൊരു ചോദ്യം, നേരത്തെ പറഞ്ഞല്ലോ, സ്പോൺസർഷിപ്പ് ഒന്നും വാങ്ങുന്നില്ല, ഡൊണേഷൻ ഒന്നും വാങ്ങുന്നില്ല, വെറുതെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയാണോ ഈ യാത്ര? അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ നടത്താൻ ഒരു ഉദ്ദേശം? ഞാൻ ആദ്യം പറഞ്ഞു, 1, യാത്രയുടെ അർത്ഥം വഴി തെറ്റരുത്. 2, ലാഭം പ്രതീക്ഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കിട്ടും. എന്താ തിരിച്ചു കിട്ടുക? ഞാൻ ജീവിക്കുന്ന ഈ സമൂഹം കൂടുതൽ ബെറ്റർ ആകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
വളരെ ഹാപ്പി ആയിട്ടും വളരെ പ്ലസൻ്റ് ആയിട്ടും വളരെ മൈൻഡ്ഫുള്ളായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. അത് തന്നെയാണ് എനിക്ക് തിരിച്ചിട്ട് മറ്റൊരു കാര്യം. പിന്നെ നല്ലത് ചെയ്യുമ്പം ആൻ്റണി നശിച്ച് കാണണം എന്ന് കാണുന്നവരല്ലല്ലോ എൻ്റെ ചുറ്റുമുള്ളത്. കാരണം കഴിഞ്ഞ 15 വർഷമായി ട്രെയിനിങ് മേഖലയിൽ ഇറങ്ങിയപ്പോൾ വളരെ നല്ല സപ്പോർട്ടാണ് എല്ലാവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതേ സപ്പോർട്ട് മുൻപോട്ട് കിട്ടുമ്പോൾ ഞാൻ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആളുകളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം അത് പ്രോപ്പറായിട്ട് സമൂഹം സ്വീകരിക്കുകയും അതിന് നല്ല അപ്രിസിയേഷൻ കൊടുക്കുകയും ചെയ്യും. അതുപോലെ ഞാൻ ഈ യാത്ര ചെയ്യുമ്പം എത്രയോ ആളുകളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റമായിട്ട് ഈ യാത്രയുടെ സന്ദേശം മാറും. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ വരിക എന്താ, ഇതൊരു വൺ മാൻ ഷോ ആയി മാറും, നിങ്ങൾ തന്നെയാണോ എല്ലായിടത്തും? അതായത് പ്ലാനിങ്ങിൽ ഞാൻ തന്നെയാണ് ഇത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന് യാത്ര മുഴുവൻ പൊതുജനത്തിൻ്റെ പൂർണ്ണ പങ്കാളിത്തം, അതുപോലെ തന്നെ ഈ മേഖല മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പൂർണ്ണ പങ്കാളിത്തം. യാത്രയുടെ സ്റ്റേജുകൾ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു, സ്ക്രീനിൽ വീണ്ടും ഇപ്പോൾ കാണുന്നുണ്ട്. 39ഓളം സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഈ സ്റ്റേജുകളിലൊക്കെ പലതരത്തിലുള്ള പാനൽ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ട്രെയിനിങ്ങുകൾ, പല ട്രെയിനേഴ്സ് ഒത്തുകൂടിയിട്ട്, കാരണം നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇത് നടക്കും. ഒരാൾ ശ്രമിച്ച് 2 ആൾ ശ്രമിച്ചിട്ടൊന്നും നടക്കില്ല, ഇത് തീരുമാനമാവില്ല. കാരണം ഇത്രത്തോളം ആളുകളിലേക്ക് ഈ സർവീസ് എത്തണം. അപ്പോൾ കൈകോർത്ത് നിന്നുകൊണ്ട് സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും കൗൺസിലേഴ്സും അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സും എല്ലാം കൂടിച്ചേർന്ന് നമ്മളെല്ലാ സ്ഥലങ്ങളിലും ഇത് കടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ ഇതൊരു വൺ മാൻ ഷോ ആയിട്ട് ആൻ്റണി ജോയ് എന്നുള്ള പേരല്ല ഇവിടെ ഉയർന്ന് കേൾക്കേണ്ടത്. മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടതാണ് എന്നും മാനസികാരോഗ്യത്തിലൊരു പ്രശ്നം വന്നാൽ അത് ചികിത്സിച്ച് മാറ്റേണ്ടതാണ് എന്നുമുള്ള ഒരു ചർച്ച. ഓക്കെ, ഇത് ചർച്ച നടക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ പബ്ലിക് സെൻറ്ററുകളിലും പബ്ലിക് ലൈബ്രറികളിലും ഒക്കെ പല പല പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടണം എന്നതാണ് ആഗ്രഹം. ഒരു ചർച്ചയായി മാറണം, ഇതൊരു കൾച്ചറായി മാറണം. വെറുതെ ഇങ്ങനെ 1000 കിലോമീറ്റർ നടന്നു തീർക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു ചർച്ചയായി ഒരു മൂവ്മെൻ്റ് ആയിട്ട് മാറണം. എല്ലാവരും ഇതിൽ കൂടെ ചേർന്ന് നിൽക്കണം എന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അടുത്തൊരു ചോദ്യം, ഈ വെയിലത്ത് നടന്നാൽ ശരിയാവോ? ഇത് വളരെ വെയിലുള്ളൊരു സമയമല്ലേ? നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ ഒരു 4-4:30 സ്റ്റാർട്ട് ചെയ്യും, ഒരു 9:30-10 മണി വരെ നടക്കും. 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം റെസ്റ്റിൻ്റെ സമയമാണ്, അല്ലെങ്കിൽ സെഷനുകളുടെ സമയമാണ്, ട്രെയിനിങ്ങുകളുടെ സെഷനുകളുടെ പബ്ലിക് പ്രോഗ്രാമുകളുടെ സമയമാണ്. അതിനുശേഷം എന്തെങ്കിലും നടത്തം ബാക്കിയുണ്ടെങ്കിൽ ബാക്കി വൈകുന്നേരം നടന്നു തീർക്കും, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അറ്റൻഡ് ചെയ്യും, റെസ്റ്റ് ചെയ്യും. ഒരു 8 മണി 8:30 ഉറങ്ങണമെന്ന് വിചാരിക്കുന്നു. കാരണം യാത്രയിലാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ജീവിതത്തിൻ്റെ മാനസികാരോഗ്യം നിലനിർത്താനും ശാരീരിക ആരോഗ്യം നിലനിർത്താനും വളരെ പ്രധാനപ്പെട്ടതാണ് ഉറക്കം. അതുപോലെ തന്നെ ഇനഫായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത്. പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, ഡീഹൈഡ്രേറ്റഡ് ആവാതെ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കൃത്യമായ റെസ്റ്റോട് കൂടിയാണ് ഈ യാത്ര പ്ലാൻ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാസർഗോഡ് വരെയുള്ള ഈ മേഖലകൾ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന മേഖലകളാണല്ലോ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്ലാൻ ചെയ്തിരിക്കുന്ന സ്പോട്ടുകൾ. ഇതിന് തൊട്ടടുത്തൊക്കെ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പലർക്കും ആഗ്രഹം ഉണ്ടാവും അവരുടെ വീട്ടിൽ വരണം, അല്ലെങ്കിൽ ഇങ്ങനെ വേറൊരു സ്ഥലത്തേക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാസർഗോഡ് വരെ, കാസർഗോഡ് എൻഡ് ചെയ്യുന്നത് വരെ ഒരു സ്ഥലത്തും വണ്ടിയിൽ കയറില്ല എന്നുള്ളതാണ് ഈ യാത്രയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എക്സ്ട്രാ വരണമെങ്കിൽ അവിടെ നിന്ന് ആ സ്പോട്ടിലേക്കും ആ സ്പോട്ടിൽ നിന്ന് തിരിച്ചും ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കും നടക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ എന്നൊരു കാര്യം പറയണം. അതായത് തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ കാസർഗോഡ് എത്തുന്നത് വരെ ഒരു സ്ഥലത്തും പിന്നെ വണ്ടിയിൽ കയറുന്ന ഒരു സാഹചര്യം ഇല്ല, ഫുൾ നടക്കുക എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തുള്ള ഷെഡ്യൂള് അടുത്ത ദിവസം തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പോൾ സാധിക്കുന്ന ദൂരമൊക്കെ ആളുകൾ കൂടെ നടക്കാനും നമുക്കിതൊരു മൂവ്മെൻ്റ് ആക്കി മാറ്റണം. ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒരുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ടുകൂടിയാണ് ഈ യാത്ര നടത്തമാക്കി മാറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ കാറിൽ പോയാൽ പോരെ, കുറച്ചുകൂടി ദിവസം ചുരുക്കി നമുക്ക് ഈ യാത്ര തീർക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നടക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പബ്ലിസിറ്റി ഇതിന് കിട്ടണം. ഇത് കുറേ ദിവസങ്ങൾ, 41 ദിവസങ്ങളാണ് ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. ഈ 41 ദിവസങ്ങൾ കൊണ്ട് തന്നെ വലിയൊരു ചർച്ചയായിട്ട് കണ്ടിന്യൂസ് കേട്ട് നമുക്ക് എന്ത് വേണം, കൂടുതൽ ആളുകൾ ഇതറിയണം, ചർച്ചയായി മാറണം. നടത്തം നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതായതുകൊണ്ട് തന്നെ പല കൂട്ട നടത്തങ്ങളും കൂട്ടയോട്ടങ്ങളും എക്സസൈസുകളും ചർച്ചകളും ഒക്കെ നടക്കണം. അതിനിടയിൽ ഒരിക്കൽ പോലും വണ്ടിയിൽ കയറുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കുന്നു. ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് ചോദിക്കുമ്പം അതൊരു ജാടയായിട്ട് തോന്നരുത് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. യാത്ര ലക്ഷ്യം കാണുമോ എന്നൊരു ആശങ്ക പലരും പങ്കുവച്ചു. ഈ ആശങ്ക മാറാൻ വളരെ സിമ്പിളാണ്. ഈ യാത്രയുടെ ലക്ഷ്യം എന്താണെന്നുള്ളതൊന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മതി. ഒന്നുകൂടെ പറയാം, മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും കേരളത്തിൽ നിന്ന് തീർക്കുക, അല്ലെങ്കിൽ കേരളം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും തീർക്കുക എന്ന ലക്ഷ്യമൊന്നും ഈ യാത്രയ്ക്കില്ല. വളരെ സിമ്പിൾ. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മളിതിൽ ചർച്ചയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മാനസികാരോഗ്യം എന്നാൽ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ നമ്മളിത് സംരക്ഷിക്കാൻ പലതും ചെയ്യാനുണ്ട് എന്ന ഒരു ബോധ്യം ക്രിയേറ്റ് ചെയ്യുക. 2, എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ മനസ്സിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാനസിക രോഗം ഉണ്ടായാൽ പലതരത്തിലുണ്ട്, ചെറുതും വലുതുമായ
ഒത്തിരി തരത്തിലുള്ള അസ്വസ്ഥതകളും അസുഖങ്ങളുമുണ്ട്. ഈ സാഹചര്യം വന്നാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യരായിട്ടുള്ള ആളുകളെ കാണേണ്ടതാണ്, ചികിത്സ എടുക്കേണ്ടതാണ്. ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് മതിയാവാം, ചിലപ്പോൾ പല സെഷൻ കൗൺസിലിംഗ് വേണ്ടി വരാം, ചിലപ്പോൾ മരുന്ന് ഉപയോഗിക്കേണ്ടി വരാം. സാഹചര്യം അനുസരിച്ച് വ്യത്യാസപ്പെടും. അത് ചെയ്യണം. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം ഓടിച്ചെന്ന് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കല്ല, കൗൺസിലിങ്ങിലാണ് പോകേണ്ടത്. ആ ഡീറ്റെയിലുകളൊക്കെ ഉണ്ട്. ഇത്തരത്തിലൊരു ചർച്ച ക്രിയേറ്റ് ചെയ്യുക, ഇതൊരു മൂവ്മെൻ്റ് ആക്കി മാറ്റുക. 41 ദിവസം കൊണ്ട് 1000 കിലോമീറ്റർ നടന്ന് അവിടെ തീരുകയല്ല, കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു ചർച്ചയാക്കി, മാനസിക ആരോഗ്യത്തെപ്പറ്റി ചർച്ചയാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. നല്ല ഉദ്ദേശമായതുകൊണ്ട് തന്നെ അത് പൊതുജനം ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ ഇത് 100% ലക്ഷ്യം കാണും എന്ന് തീർച്ചയായും ബോധ്യമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ അധൈര്യം. താങ്ക് യു.